ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഓഹോ, ഇത് അവന്റെ കടയാണല്ലേ? ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ് എന്റെ ഒരു ഹോബിയാണ്. വരൂ. ഇതാണ് ഞാൻ പറഞ്ഞ ഗോവിന്ദ്. ഗോവിന്ദ്, നമസ്കാരം. എന്താടാ, സുഖം തന്നെയല്ലേ? ഗോവിന്ദേ, പറവ സിനിമ കഴിഞ്ഞ് 6-7 സിനിമയായി അല്ലേ? എത്ര സിനിമയായി? 15 സിനിമ എഴുതും. വീണ്ടും തട്ടുകടയുമായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം എന്താണ്? അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. സാഹചര്യം ഒന്നല്ല, ഞാൻ ജനിച്ചു വളർന്നത് എവിടെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാ ഇത്രയും കാലമായിട്ട് മീഡിയ നിൽക്കണം? ഞാൻ പഠിച്ചത് ഇത് തന്നെയാണ്. അതേപോലെ ഞാനും പഠിച്ചത് ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറി കൊണ്ടോളും. ജനിച്ചത് വളർന്നല്ലേ ഇവിടെ തന്നെ. ഞങ്ങൾ ഇത് തന്നെയല്ലേ. സ്വന്തം കുഴിത്തൊഴിൽ വീട്ടാരെങ്കിലും കളിക്കണം, അതന്നെയല്ലേ ഞാനും ചെയ്യണം ഇപ്പൊ. തീർച്ചയായിട്ടും അതെ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. അതിന് എത്രയോ സിനിമകൾ ചെയ്തിട്ടും പറവയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. എല്ലാവരുടെയും മനസ്സിലും, നിങ്ങളുടെ മനസ്സിൽ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിലും പറവ മാത്രം നിൽക്കുന്നുണ്ട്. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. സൗബിനൊക്കെയായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അവരൊക്കെ പുതിയ പുതിയ സിനിമകൾ വീണ്ടും കുറെ സിനിമകൾ ചെയ്തു അല്ലേ? അവിടെ ഒന്നും ഗോവിന്ദനെ കണ്ടിട്ടില്ല. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഗോവിന്ദിനെ കണ്ടിട്ടില്ല, അസീബിനെ കണ്ടിട്ടുണ്ട്. ആരെ കണ്ടിട്ടുണ്ട്? അസീബിനെ, പറവ ക്യാരക്ടർ ആക്കിയതാണല്ലേ ഞാൻ ഊഹിച്ചു. പിന്നീട് അവരൊക്കെ പല സിനിമകളും ചെയ്തല്ലോ. അപ്പം ഞാൻ കൂടെ ചെയ്യണ്ടല്ലോ. ഞാൻ ലാസ്റ്റ് ചെയ്ത കിങ് ഓഫ് കൊത്തല്ലേ, ദുൽഖറിന്റെ കൂടെ. അതെ അതെ. ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. ഞാൻ പോയി വരട്ടെ മക്കളെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ.